ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് UDFിൻ്റെ യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ആ യോഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത 34 വർഷം നീണ്ടുനിന്ന കോൺഗ്രസ് അഥവാ UDF കേരള കോൺഗ്രസ് ബന്ധം മുറിഞ്ഞതിന് ശേഷമുള്ള യോഗമാണിത്. മാണിയില്ലാത്ത യോഗം 34 വർഷങ്ങൾക്ക് ശേഷം UDF തിരുവനന്തപുരത്ത് ചേരുന്നു. ആ സാഹചര്യത്തിൽ മാണി വിട്ടുപോയ കാര്യങ്ങളെ സംബന്ധിച്ച വാർത്തകൾ ഇന്നും പ്രസക്തമായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. KM മാണി തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്തി തിരിച്ചു വരുന്ന പക്ഷം അദ്ദേഹത്തെ സ്വീകരിക്കാം, അദ്ദേഹവുമായി സംസാരിക്കാം എന്ന നിലപാടാണ് സുധീരൻ എടുത്തിരിക്കുന്നത്. VM സുധീരൻ്റെ ആ കർശന നിലപാട് എന്തായാലും മാണിക്ക് സ്വീകാര്യമായിരിക്കുകയില്ല. സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിളിച്ച ഫോൺ പോലും എടുക്കാൻ മാണി സാർ തയ്യാറായിരുന്നില്ല. അവസാന നാളുകളിൽ അത് തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ചു വിളിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത കേരള കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു പാലമായി വർത്തിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു എന്നതും എല്ലാവർക്കും അറിയാം. അദ്ദേഹമായിരുന്നു മാധ്യസ്ഥം വഹിച്ചത്. ആ മാധ്യസ്ഥ ചർച്ചയ്ക്ക് ഇനി താനില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നു. സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കില്ല എന്ന് പറയുന്നു. VM സുധീരൻ്റെ വാക്ക് അതാണ് സൂചിപ്പിക്കുന്നത്. മാധ്യസ്ഥം നിലനിർത്തിയവർ ഇനി മധ്യസ്ഥനാകാനില്ല എന്ന് പറയുകയും കൂടി ചെയ്യുമ്പോൾ കോൺഗ്രസിനും മാണി കോൺഗ്രസിനും ഇടയിലുണ്ടായിരുന്ന അവസാന പാലവും കത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാണി സ്വന്തം പാർട്ടിയുമായി ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ഇനി മാണിയുടെ അവസ്ഥയെന്ത്, NDAയിലേക്ക് തങ്ങൾ പോകില്ല എന്ന് മാണി ഉറപ്പിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ മാണിക്ക് സഞ്ചരിക്കാവുന്ന ദൂരം LDFിലേക്കുള്ള ദൂരമാണ്. പക്ഷേ അവിടെയും കടമ്പകളേറെയാണ്. മാണിയെ LDFിൽ എടുക്കില്ല എന്ന നിലപാട് CPI പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇതുവരെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലമെങ്കിൽ ചില കാര്യങ്ങൾക്ക് ചില വ്യത്യസ്തതകൾ രൂപം കൊള്ളുന്നു. ഇന്നലെ സിറാജ് എന്ന പത്രം പറയുകയുണ്ടായി, ഈ പങ്ക്തിയിൽ അതെടുക്കുകയുണ്ടായി. CPMിനെയൊക്കെ അടുക്കുന്നു, അഥവാ CPMിൻ്റെ നേതാക്കൾ നൽകിയ ഉറച്ച ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് KM മാണി എന്ന വന്ധ്യവയോധികനായ നേതാവ് UDF വിട്ടത് എന്ന വാർത്ത ഇന്നലെ സിറാജിൽ വന്നിരുന്നു. ആ വാർത്തയുടെ നിജസ്ഥിതി തെളിയിക്കുന്ന തുടർ വാർത്തകളാണ് വരുന്നത്. മലയാള മനോരമ കാണുക, ബേബിയെ തള്ളി മാണിയെ സമാധാനിപ്പിച്ചു കോടിയേരി. MA ബേബി ഇന്നലെ മാതൃഭൂമിയിൽ ലേഖനം എഴുതിയിരുന്നു. KM മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം അടുത്തിരിക്കുന്നു എന്ന നിലയ്ക്കാണ് ബേബി പറഞ്ഞത്. കേരള കോൺഗ്രസ് അതിൻ്റെ സ്വാഭാവിക മരണത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് ബേബി പറഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് മാണി ആ വിഭാഗത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്നു കോടിയേരി. ആ വ്യത്യസ്തത വാർത്തകളിൽ കാണുക. മനോരമ തരുന്ന വാർത്തകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടക്കം ആലോചിച്ചതിനെ തുടർന്ന് പാർട്ടി നയം വ്യക്തമാക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് AKG സെൻട്രൽ കോടിയേരി വാർത്താ സമ്മേളനം വിളിച്ചത്. അതുവഴി ബേബിയുടെ അഭിപ്രായം മാത്രമല്ല കോടിയേരി നിരാകരിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനോടും CPM യോജിക്കുന്നില്ല. ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തീരെ പ്രസക്തിയില്ലാത്ത കേരള കോൺഗ്രസിനെ സ്വാഭാവിക മരണത്തിന് വിടുകയാണ് വേണ്ടത് എന്ന് ഇന്നലെ ഒരു ലേഖനത്തിൽ ബേബി അഭിപ്രായപ്പെട്ടത്. മാണി NDAയിലേക്കോ എന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്നാൽ അതുമായി ബന്ധിപ്പിച്ച് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത MA ബേബിയുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ് തൻ്റെ പത്രസമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്നാണ്. അത് കാണുക. ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് ആ പത്രസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് ജീർണത, ഘടകകക്ഷികൾ ആത്മപരിശോധന നടത്തണം എന്നാണ് കോടിയേരി പറയുന്നത്. കോൺഗ്രസിൻ്റെ ജീർണതയാണ് UDFിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചത് എന്ന് കോടിയേരി പറയുന്നു. എന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ വിമർശന സ്വഭാവത്തോടെ നിൽക്കുന്ന RSP, JDU തുടങ്ങിയ കക്ഷികളും ആത്മപരിശോധന നടത്തി ഇടതുപക്ഷത്തേക്ക് വരണം എന്ന് കോടിയേരി പറയുമ്പോൾ ആ ജീർണതയെക്കുറിച്ചും കേരള കോൺഗ്രസ്
എന്ന കക്ഷിയോടുള്ള സമീപനത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് എന്ത്? അത് നമുക്കിങ്ങനെ വായിക്കാം ദേശാഭിമാനിയുടെ 1-ാം പുറ വാർത്തയിൽ. UDF വിട്ടെന്ന് പ്രഖ്യാപിച്ച് മാണി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വെളിപ്പെടുത്തലുകൾ മറ്റു കക്ഷികൾ ഗൗരവത്തോടെ കാണണം. അവഗണനയുടെ നെല്ലിപ്പടി കണ്ടു എന്നാണ് മാണി പറഞ്ഞത്. മാണിയുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പണം കൊടുത്ത് ബറ്റാലിയനെ ഇറക്കി. ഇത് മുന്നണി രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇതേ അനുഭവമാണ് ജനതാദൾ യുവിനും RSPക്കും ഉണ്ടായത്. പാലക്കാട് വീരേന്ദ്രകുമാറിനെ 1 ലക്ഷം വോട്ടിന് തോൽപ്പിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. ആ പാർട്ടിയിൽ മഹാഭൂരിപക്ഷവും UDF വിടണമെന്ന അഭിപ്രായത്തിലാണ്. ഇനി സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചേ മാണിക്ക് മുന്നോട്ട് പോകാനാകൂ. LDFനോടും UDFനോടും NDAയോടും തുല്യ അകലം പാലിച്ച് സ്വതന്ത്ര നിലപാട് എടുക്കുമെന്ന ആത്മവിശ്വാസം മാണിക്കുണ്ടായി. ഇനി അത് തെളിയിക്കാൻ കഴിയണം. UDF വിട്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള മാണിയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നു. ഇതിനർത്ഥം നാളെ മാണിയെ LDFൽ എടുക്കും എന്നല്ല. LDFനകത്ത് പുതിയ പാർട്ടി എന്ന അജണ്ടയേ ഇല്ല. കർഷകരുടെ പ്രശ്നങ്ങളിലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലും LDF നടത്തുന്ന പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും മാണി കൂടെ വന്നാൽ അകറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നും ചോദ്യത്തിന് മറുപടിയായി കോടിയേരി പറഞ്ഞു. മാണിയെ വർഗീയ കക്ഷിയായി മാറ്റി നിർത്താനും പാർട്ടി ആലോചിച്ചിട്ടില്ല. മാണി UDFൽ ഉണ്ടായ കാലത്തും ഇത്തരം സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക് പറയുമ്പോൾ മാണിയെ അഴിമതി നടത്തി അല്ലെങ്കിൽ അഴിമതി നടത്തിയ ആക്ഷേപം ഇനി അഴിമതി നടത്തിയെന്ന് തന്നെ ഇരിക്കുക. മാണി കേരള കോൺഗ്രസിനെ അഴിമതിക്കാരുടെ പാർട്ടി എന്ന നിലയ്ക്ക് എന്നേക്കുമായി യോജിപ്പുകളിലോ യോജിക്കാവുന്ന മണ്ഡലങ്ങളിലോ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സമീപനമല്ല CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രസ്താവനയിൽ സ്വീകരിച്ച് കാണുന്നത്. ആ അർത്ഥത്തിൽ മാണിക്ക് പോകാവുന്ന അല്ലെങ്കിൽ യോജിക്കാവുന്ന ഒരു കൂടാരം തന്നെയാണ് LDF എന്ന് ചിന്തിക്കുന്ന അവസ്ഥയെ ഉദ്ദീപിപ്പിച്ചിരിക്കുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ പ്രസ്താവം. അതുവഴി 2 അഭിപ്രായം CPMൽ ഈ കാര്യത്തിലുണ്ട്. മാണിയെ സ്വാഭാവിക മരണത്തിനല്ല ആ പാർട്ടിയെ വിടേണ്ടത്, പ്രക്ഷോഭങ്ങളുടെ മുന്നണികളിലേക്ക് അവരെ കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന നിലയ്ക്ക് 2 അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നും ഈ വാർത്തകൾ നമ്മോട് പറയുന്നു. ഇതിനിടയിൽ മാണി കോൺഗ്രസിനെ കൊടില് കൊണ്ടുപോലും ഞങ്ങൾ തൊടില്ല എന്ന് പറയുന്ന സുധീരൻ്റെ കോൺഗ്രസ്, മാണി കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിൽ ജയിച്ച് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ കോൺഗ്രസ്സാക്കി മാമോദിസ മുക്കാൻ ശ്രമിക്കുന്ന കാര്യം ഇന്ന് മംഗളം കണ്ണാടിപ്പുറത്ത് വാർത്തയാക്കി തരുന്നു. കാണുക. മാണി ഗ്രൂപ്പ് ജനപ്രതിനിധികളെ പാട്ടിലാക്കാൻ കോൺഗ്രസ്. ഷാലു മാത്യു കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. UDFുമായി ബന്ധം തുടരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജനപ്രതിനിധികൾക്ക് കോൺഗ്രസ് അംഗത്വം നൽകും. മാണി ഗ്രൂപ്പിൽ നിന്ന് വിജയിച്ച ചില ജനപ്രതിനിധികൾ UDF ബന്ധം തുടരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. മാണി കോൺഗ്രസിനെ വിടും, അതുമായി ബന്ധപ്പെട്ട ആളുകളെ വ്യക്തിഗതമായി കോൺഗ്രസിലേക്ക് ചേക്കേറാൻ സഹായിക്കുകയും ചെയ്യും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കഴിഞ്ഞ 1 മാസക്കാലമായി കർഫ്യൂ നിലനിൽക്കുന്ന പ്രദേശമാണ് ജമ്മു കാശ്മീർ എന്ന് നമുക്കറിയാം. ഈ 31 ദിവസത്തിനകത്ത് 31 ദിവസം നീണ്ടുനിന്ന കർഫ്യൂ എന്ന് പറഞ്ഞാൽ കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കും, സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കും, ഓഫീസുകൾ പ്രവർത്തിക്കുക വിരളമായിരിക്കും. ഇനി കമ്പോളങ്ങൾ തുറക്കുക ഒരു ദിവസം 1-2 മണിക്കൂറുകളായിരിക്കും. അങ്ങനെ ജനജീവിതത്തിൻ്റെ തുടിപ്പുകൾ മുഴുവൻ അസ്തമിച്ചാണ് ജമ്മു കാശ്മീർ കഴിഞ്ഞ 1 മാസമായി ജീവിക്കുന്നത്. ആ 1 മാസത്തിനിടയിൽ 1000-ലധികം വെടിവയ്പ്പുകളാണ് അവിടെ നടന്നത് എന്ന് പറയുമ്പോൾ, 1 മാസം 1000 വെടിവെപ്പ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ശരാശരി 30-33 വെടിവെപ്പുകൾ. ആ വെടിവെപ്പുകളിൽ 8000 പേർക്ക് പരിക്കേറ്റു, 55 പേരാണ് പിടഞ്ഞു വീണ് മരിച്ചത്. ഇതാണ് ഇന്നത്തെ കാശ്മീരിൻ്റെ ചിത്രം. ആ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? സൈന്യത്തിൻ്റെ പ്രത്യേക അധികാരം അവിടെ നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ഈ 1000-ലധികം വെടിവയ്പ്പുകളും 31 ദിവസം നീണ്ടുനിന്ന കർഫ്യൂവും ഒക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ JNK ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി മോദിയോട് പറഞ്ഞത്, ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി ഞങ്ങളുടെ ജനതയോട് നേരിട്ട് സംസാരിക്കൂ എന്നാണ്. മോദി സംസാരിക്കാൻ തയ്യാറാകുന്നയാളല്ല, എപ്പോഴും വായ പൂട്ടിയിരിക്കും. വിദേശത്ത് പോകുമ്പോഴാണ് അദ്ദേഹം വാചാലനാകുന്നത് എന്ന് നമുക്കറിയാം. ഒടുവിൽ നരേന്ദ്രമോദി, സാക്ഷാൽ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി വായ തുറന്നു. അതും പാർലമെൻറ്റിൽ തന്നെ വായ തുറന്നു.
കാശ്മീരിനെ കുറിച്ച്. മോദി പറഞ്ഞത് കാണുക. മാധ്യമം 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. കാശ്മീരിന് തുല്യ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് മോദി പറഞ്ഞത്. കാശ്മീർ സംഘർഷത്തിൻ്റെ 32-ാം ദിനത്തിൽ മൗനം വെടിയുന്നു നരേന്ദ്രമോദി. MS സുരേഷ് കുമാർ അത് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. കാശ്മീരിലെ കടുത്ത അശാന്തിയുടെ 32-ാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിഞ്ഞു. മാനവികത, ജനാധിപത്യം, കാശ്മീരിൻ്റെ സ്വത്വം എന്നിങ്ങനെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി മുന്നോട്ട് വച്ച ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വിവിധ വിഭാഗങ്ങളുമായി ചർച്ചയ്ക്ക് കേന്ദ്രം സന്നദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ഓരോ പ്രദേശക്കാരനും അനുഭവിക്കുന്ന അതേ സ്വാതന്ത്ര്യം കാശ്മീരികൾക്കുമുണ്ട് എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കാശ്മീർ പ്രശ്നത്തിൽ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തുക, സർവകക്ഷി യോഗം വിളിക്കുക, സർവകക്ഷി സംഘത്തെ കാശ്മീരിലേക്ക് അയച്ച് വിവിധ വിഭാഗങ്ങൾക്ക് സാന്ത്വന സന്ദേശം കൈമാറുക എന്നീ ആവശ്യങ്ങൾ കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി മൗനം അവസാനിപ്പിച്ചത്. അങ്ങനെ കാശ്മീർ ഒരു പ്രശ്നമാണെന്നും ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യണമെന്നും അഭിസംബോധന ചെയ്യണമെങ്കിൽ ആദ്യം കാശ്മീരികളുടെ തന്നെ വിശ്വാസം നേടിയെടുക്കേണ്ടതുണ്ട് എന്നുമൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഒടുവിൽ സഞ്ചരിക്കാൻ നിർബന്ധിതമായിരിക്കുന്ന അവസ്ഥയാണ് മാധ്യമം വാർത്തയാക്കി തരുന്നത്. ഏതായാലും ഇന്ന് രാജ്യസഭയിൽ കാശ്മീരുമായി ബന്ധിപ്പിച്ച പ്രത്യേക ചർച്ചയും നടക്കും. ആ നിലയ്ക്ക് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് സംഭവിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഒരു നിരാഹാര സമരം ഒരു സംസ്ഥാന ജനതയുടെ ജീവിതത്തെ സ്പർശിച്ചു നിന്ന ഒരു നിരാഹാര സമരം, 16 വർഷം നീണ്ടുനിന്ന നിരാഹാര സമരം, ഇറോം ശർമിളയുടെ ആ നിരാഹാര സമരം ഇന്നലെ അവസാനിപ്പിച്ച വാർത്ത പത്രലോകം ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തേൻ മധുരം നുണഞ്ഞു ഇറോം ശർമിള എന്ന് പറഞ്ഞാൽ 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി സ്വന്തം വായയിലൂടെ സ്വന്തം നാവിലൂടെ സഞ്ചരിച്ച് ഒരു അഭിരുചി അവരുടെ അന്നനാളത്തിലേക്ക് സഞ്ചരിച്ചു എന്നാണ് അർത്ഥം. മൂക്കിലൂടെ കടത്തിയിട്ടിരുന്ന ട്യൂബിലൂടെയാണ് ഇറോം ശർമിള ഭക്ഷണം നിർബന്ധപൂർവ്വം അവരെ ഭക്ഷണം കഴിപ്പിച്ചു കൊണ്ടിരുന്നത്. എല്ലാ 14 ദിവസങ്ങൾ കൂടുമ്പോഴും ഹോസ്പിറ്റലിൽ നിന്നോ ജയിലിൽ നിന്നോ അവരെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കും. നിരാഹാര സമരം പിൻവലിക്കുന്നോ എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കും. ഇല്ല എന്നവർ പറയും, തിരികെ കൊണ്ടുപോകും. 16 വർഷം നീണ്ടുനിന്ന ഒരു വലിയ നിരാഹാര സമരത്തിൻ്റെ അപ്പോസ്തലായിരുന്ന ഗാന്ധിജിക്ക് പോലും കൺസീവ് ചെയ്യാൻ കഴിയാത്ത കാലവിളംബം വന്ന ഒരു നിരാഹാര സമരത്തിന് ആണ് ഇന്നലെ അന്ത്യം വരുന്നത്. നിരാഹാര സമരം പിൻവലിക്കപ്പെടുമ്പോൾ അത് ഈ നിരാഹാര സമരത്തിൻ്റെ കൂടി ചൂരിലും വളർന്നു വന്ന ഒരു പ്രതിഷേധ സമരമുണ്ട്. ആ പ്രതിഷേധ സമരത്തെ കൈവിടുന്നില്ല ഇറോം ശർമിള. വാർത്ത ദേശാഭിമാനിയുടെ ഉൾപേജിൽ ഇന്ത്യ ലോകം പേജിൽ വളരെ വിശദമായി സചിത്രമായി നമുക്ക് വായിക്കാം. ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം. വലിയൊരു സമരത്തിൻ്റെ വലിയൊരു വിജയത്തിൻ്റെ ആ വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന ഒരു വലിയ നിരാഹാര സമരത്തിൻ്റെ വിരാമം ഇപ്രകാരമാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. തേൻ മധുരം നുണഞ്ഞു, നിരാഹാരത്തിന് വിരാമം. 16 വർഷം നീണ്ട ഐതിഹാസിക പോരാട്ടത്തിന് മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത താൽക്കാലിക വിരാമമിട്ടു. മണിപ്പൂരിൽ സൈന്യത്തിൻ്റെ പ്രത്യേക അധികാരം നൽകുന്ന നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ നിരാഹാര സമരം ചൊവ്വാഴ്ച വൈകിട്ട് 4:15 ഇറോം ശർമിള ചാനു ഒരു തുള്ളി തേൻ രുചിച്ച് അവസാനിപ്പിച്ചു. പോരാട്ടം അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാകും. അബ്സ നിയമം പിൻവലിക്കും. 20 ആളുകൾ തൻ്റെ കൂടെ നിൽക്കുക എന്നാണ് അവർ അഭ്യർത്ഥിച്ചത്. സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കും. ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് താൻ മുഖ്യമന്ത്രിയാകും. അതുവഴി അഫ്സൽ നിയമം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. തുടങ്ങിയ കാര്യങ്ങളാണ് ഇറോം ശർമിള ഇന്നലെ സ്വതന്ത്രയായതിനു ശേഷം, ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം, ഭക്ഷണം രുചിച്ചതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞത്. പ്രക്ഷോഭവും പ്രണയവും കൈയോട് കൈ ചേർത്ത് ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം കൂടി ഇറോം ശർമിളയുടെ ജീവിത ഏടിൽ നിന്ന് നമുക്ക് കാണാം. നിരാഹാര സമരം അവസാനിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ രൂപം കൊണ്ട ഒരു പ്രണയ സാഫല്യത്തെക്കുറിച്ചുള്ള സ്വപ്നവും അവർ സൂക്ഷിക്കുന്നു. ആ വാർത്തയും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയാള മനോരമ സചിത്രമായ ആ വാർത്ത ഇങ്ങനെ തരുന്നു. താണ്ടിയത് പോരാട്ടത്തിൻ്റെ കനൽപാത.
ഇറോമിനി മോഹം, പ്രണയ സാഫല്യം. രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും വിദ്യാഭ്യാസം കുറവാണെന്നും ഇറോം ശർമിള. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നാണ് ഇറോം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്ന് ഇറോമിൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു. സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്ന കാര്യം ഉൾപ്പെടെ അവർ ചർച്ച ചെയ്യും. വിവാഹം തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അമ്മയെ കാണണം. ഇനിയുള്ള കാലം ആശ്രമത്തിലായിരിക്കും താമസിക്കുക. ഗോവ സ്വദേശിയും ബ്രിട്ടീഷ് പൗരനുമായ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡെസ്മണ്ട് കുഡിഞ്ഞോയുമായി വർഷങ്ങൾ നീണ്ട പ്രണയത്തിലാണ് ഇറോം. കുഡിഞ്ഞോയുമായുള്ള വിവാഹം ഉടനെ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഇരുവരുടെയും ചിത്രവും മനോരമ ഈ വാർത്തയ്ക്കൊപ്പം തന്നിരിക്കുന്നു. ഇന്നലെ മലയാളികളെ ഞെട്ടിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്ത ATM കവർച്ചയുടെ വാർത്തയായിരുന്നു. ആ ATM കവർച്ചയുടെ വാർത്തയ്ക്ക് ഒപ്പം ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ആ ATM കവർച്ച നടത്തിയ 3 വിദേശികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ പത്രം നോക്കുക. ഇന്നത്തെ പത്രവും ഒരു വലിയ കവർച്ചാ വാർത്തയുമായി ആണ് ഇറങ്ങിയിരിക്കുന്നത്. ATM കവർച്ചയല്ല, മറിച്ച് ട്രെയിൻ കവർച്ചയാണ് എന്ന് മാത്രം. 5.78 കോടി കട്ടു എന്നാണ് വാർത്ത. ആ വാർത്തയുടെ വിശദാംശങ്ങൾ മലയാള മനോരമ ഒന്നാമത്തെ പേജിൽ പ്രധാനമായി തന്നിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് 5.78 കോടിയുടെ കവർച്ച. ആ കവർച്ച വാർത്തയുടെ വിശദാംശങ്ങൾ മനോരമ തരുന്നത് കാണുക. വിനോദ് ഗോപിയാണ് മദുരാശിയിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. കവർച്ച നടത്തിയത് പാർസൽ വാനിൻ്റെ മുകൾ ഭാഗം തുരന്ന് നഷ്ടമായത് ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന പഴയ നോട്ടുകൾ. സേലത്ത് നിന്ന് ചെന്നൈയിലെ റിസർവ് ബാങ്ക് റീജിയണൽ ഓഫീസിലേക്ക് ട്രെയിനിൽ കൊണ്ടുവന്ന പഴയ നോട്ടുകെട്ടുകളിൽ നിന്ന് 5.78 കോടി രൂപ കൊള്ളയടിച്ചു. സേലം ചെന്നൈ എക്സ്പ്രസ്സിലെ 3 പ്രത്യേക പാർസൽ വാനുകളിൽ ഒന്നിൻ്റെ മുകൾ ഭാഗത്ത് 2 അടി ദ്വാരമുണ്ടാക്കിയാണ് പണം തട്ടിയത്. 342 കോടി രൂപയാണ് മൊത്തം ഉണ്ടായിരുന്നത്. മുഷിഞ്ഞു പഴകിയതിനാൽ നശിപ്പിക്കാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ശാഖകളിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിലും വേണമെങ്കിൽ ബാങ്കിൽ കൊടുത്ത് മാറിയെടുക്കാൻ കഴിയുന്ന നോട്ടുകളാണിവ. 3 പാർസൽ വാനുകളിലെ 226 പെട്ടികളിലായിരുന്നു പണം. എൻജിൻ ഭാഗത്തു നിന്നുള്ള ആദ്യത്തേതിൽ 4 പെട്ടികൾ തുറന്നിട്ടുണ്ട്. ഒരു പെട്ടിയിലെ പണം പൂർണ്ണമായും മറ്റൊന്നിലേത് ഭാഗികമായും നഷ്ടപ്പെട്ടതായി കാണുന്നു എന്ന് പറയുമ്പോൾ വളരെ ശ്രമപ്പെട്ട് പദ്ധതിയിട്ട് നടപ്പാക്കിയ ഒരു മോഷണം തന്നെയാണിത്. പക്ഷേ മോഷ്ടാക്കൾക്ക് ഒരു തെറ്റുപറ്റി. അത് അത്രത്തോളം എളുപ്പം ഉപയോഗിക്കാൻ കഴിയില്ല. ഉപയോഗിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും കാലഹരണം വന്നതിൻ്റെ ഭാഗമായി നശിപ്പിക്കാൻ കൊണ്ടുപോകുന്ന നോട്ടുകളാണ് വളരെ ശ്രമപ്പെട്ട് മോഷ്ടിച്ചത്. എത്രത്തോളം ഈ മോഷ്ടിക്കപ്പെട്ട 5.78 കോടി രൂപ അവർക്ക് ഉപയോഗയോഗ്യമാകും എന്ന് കണ്ടു തന്നെ അറിയണം. ATM കവർച്ചയുടെ മുഖ്യപ്രതി മുംബൈയിൽ പിടികൂടി. വലിയ സാങ്കേതിക വൈഭവം നിറഞ്ഞ പ്രവർത്തനത്തിലൂടെയാണ് ATM കവർച്ച അവർ നടത്തിയത്. മിടുക്കന്മാരാണ് എന്ന് തോന്നും. കാരണം ATM പ്രവർത്തിക്കുന്നത് തന്നെ വലിയ സാങ്കേതിക മികവിലൂടെയാണ്. അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ച് അതിനെ കബളിപ്പിച്ച് കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സാങ്കേതിക മികവിൻ്റെ തികവ് അക്കാര്യത്തിൽ വേണം. അതുള്ളവരാണ് നടത്തിയത്. അത് ചിത്രങ്ങളിലൂടെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ചിത്രങ്ങളിൽ ഇന്നലെ നാം കണ്ട 3 ആളുകളിൽ ഒരാളെ ബോംബെയിൽ നിന്ന് പിടിച്ചു എന്ന് പറയുമ്പോൾ കക്കാൻ അറിയാം, നിൽക്കാൻ അറിയില്ല ഇവർക്ക് എന്ന് പറയേണ്ടി വരും ഈ റുമേനിയക്കാരെക്കുറിച്ച്. ഏതായാലും കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു ക്യാപ്ചർ വാർത്ത തന്നെയാണിത്. മാതൃഭൂമി അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാക്കിയിരിക്കുന്നു. ആ വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ATM കവർച്ചയുടെ മുഖ്യപ്രതി ബോംബെയിൽ പിടികൂടപ്പെട്ട വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ തരുന്നു. സചിത്ര വാർത്തയായി തരുന്നു. നഗരത്തിലെ ATM കവർച്ചാ കേസിലെ മുഖ്യപ്രതിയെ മുംബൈയിൽ പിടികൂടി. റുമാനിയയിലെ മരിയൻ ഗബ്രിയേൽ ആണ് ചൊവ്വാഴ്ച വൈകിട്ട് കേരള പോലീസിൻ്റെയും മുംബൈ പോലീസിൻ്റെയും സംയുക്ത നീക്കത്തിൽ പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു. ATMിൽ നിന്ന് ഉപഭോക്താക്കളുടെ കാർഡ് വിവരങ്ങൾ മോഷ്ടിച്ച് പണം തട്ടിയത് റുമേനിയക്കാരാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വിനോദസഞ്ചാരി എന്ന പേരിൽ തിരുവനന്തപുരത്തെത്തിയവരായിരുന്നു ഇവർ തുടങ്ങിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുമ്പോൾ നഷ്ടപ്പെട്ട പണം, പലർക്കും പണം നഷ്ടപ്പെട്ടല്ലോ, ആ നഷ്ടപ്പെട്ട പണം ബാങ്ക് തിരികെ നൽകും എന്ന നല്ല വാർത്തയും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. കാണുക. പണം നഷ്ടപ്പെട്ടുവെന്ന് പരാതി നൽകിയവരുടെ പരാതികൾ പരിശോധിച്ച്
പണം തിരികെ നൽകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ചീഫ് മാനേജർ ആദി കേശവൻ അറിയിച്ച കാര്യവും മാതൃഭൂമിയുടെ ഈ ഒന്നാം പേജ് റിപ്പോർട്ട് നമുക്ക് തരുന്നു. 2.5 ലക്ഷം രൂപയാണ് തട്ടിപ്പ് നടത്തിയവർ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയത്. ഇന്നലെ വാർത്തകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായി ചെയ്ത് രക്ഷപ്പെട്ടു പോയവർ കേവലം 100 രൂപ ഇന്നലെ വിഡ്രോ ചെയ്യാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായാണ് കുടുങ്ങിയത് എന്ന വാർത്തയും കൗതുകകരമായ വാർത്തയും ദേശാഭിമാനി അതിൻ്റെ ഉൾപേജിൽ തരുന്നു. കാണുക, 100-ൽ കുടുങ്ങിയ മരിയോ ഗബ്രിയേൽ. ലക്ഷങ്ങൾ തട്ടിയ ഹൈടെക് ATM തട്ടിപ്പിലെ മുഖ്യപ്രതി റൊമാനിയ ക്രായാവോ സ്വദേശി മരിയോ ഗബ്രിയേൽ പിടിയിലായത് 100 രൂപ പിൻവലിക്കുന്നതിനിടെ. തിരുവനന്തപുരം ശാസ്തമംഗലം സ്വദേശി അരുണിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് മുംബൈയിലെ സ്റ്റേഷൻ പ്ലാസയിലെ ATM അക്കൗണ്ടിൽ നിന്ന് മരിയ ഗബ്രിയേൽ പണം പിൻവലിച്ചത്. കേവലം ഒരു 100 രൂപയുടെ പിൻവലിക്കലിൻ്റെ മധ്യത്തിലാണ് അദ്ദേഹം പിടിക്കപ്പെട്ടത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. മുല്ലപ്പെരിയാർ, കേരളത്തിനകത്ത് കിടക്കുന്ന മുല്ലപ്പെരിയാറും സ്ഥലവുമൊക്കെ തങ്ങളുടേതാണ് എന്ന രീതിയിലാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിനെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് അവരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. നിങ്ങൾ പറഞ്ഞ മുല്ലപ്പെരിയാർ പ്രദേശങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അത് കേരളത്തിനകത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിനകത്ത് കിടക്കുന്ന സ്ഥലമാണോ അല്ലയോ എന്ന് നോക്കാറില്ല തങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ. ഇപ്പോഴിതാ പുതിയ വാർത്ത വരുന്നു. മുല്ലപ്പെരിയാറിന് പിന്നാലെ പാമ്പാറും സ്വന്തമാക്കാൻ തമിഴ്നാട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. മംഗളം എന്ന പത്രം, ആ പത്രം മാത്രം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, പാമ്പാർ സ്വന്തമാക്കാൻ തമിഴ്നാട് നീക്കം. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ. പാമ്പാറിൻ്റെ ഭാഗമായ ചിന്നാർ സ്വന്തമാക്കി തമിഴ്നാട് ജെണ്ട സ്ഥാപിച്ചു കഴിഞ്ഞു, അതിർത്തി സ്ഥാപിച്ചു കഴിഞ്ഞു. MS സന്ദീപ് ആ വാർത്ത ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മുല്ലപ്പെരിയാറിന് പിന്നാലെ തമിഴ്നാട്ടിലേക്ക് ജലമെത്തുന്ന പാമ്പാറും അധീനതയിലാക്കാൻ തമിഴ്നാട് നീക്കം. ഇതിൻ്റെ ഭാഗമായി ഈ പാമ്പാറിലേക്ക് പ്രധാനമായി ജലമെത്തുന്ന ചിന്നാർ പുഴ സ്വന്തമാക്കി തമിഴ്നാട് കേരളത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ജെണ്ടയിട്ടു. എന്നാൽ ഇത് കണ്ടിട്ടും നടപടിയെടുക്കാൻ കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഉറക്കം തന്നെയാണ് അവർ എന്നാണ് ഈ വാർത്ത പറയുന്നത്. സാക്കിർ നായിക്കിനെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുന്നു മഹാരാഷ്ട്ര സർക്കാർ. സാക്കിർ നായിക്ക് ഇപ്പോൾ ദൂരെ രാജ്യാതിർത്തി വിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. അതേ സംബന്ധിച്ച വാർത്ത പൊതുവൃത്താന്തം പേജിൽ മാധ്യമം തരുന്നത് കാണുക. സാക്കിർ നായിക്കിനെതിരെ അന്വേഷണ റിപ്പോർട്ട്. പ്രഭാഷണങ്ങളിലൂടെ സാക്കിർ നായിക്ക് മറ്റ് മതങ്ങളെ അധിക്ഷേപിക്കുന്നതായും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ഇസ്ലാമിക പ്രചാരകൻ ഡോക്ടർ സാക്കിർ നായിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനും നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടതായി കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ റിപ്പോർട്ട്. സാക്കിർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങൾ മതവിദ്വേഷമുണ്ടാക്കുന്നതാണ് എന്ന് മുംബൈ പോലീസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ഇതേ പോലീസ് തന്നെയാണ് 100ഓളം പ്രസംഗങ്ങൾ പരിശോധിച്ച് അതിൽ ജനവിരുദ്ധമായി യാതൊന്നുമില്ല എന്ന് മുമ്പ് റിപ്പോർട്ട് കൊടുത്തത് എന്നും നാം പത്രങ്ങളിൽ വായിച്ചതാണ്. മുഖ്യമന്ത്രിമാർ മാറുകയും അവർ മുൻ മുഖ്യമന്ത്രിമാരായി തീരുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇന്ത്യയിലും കേരളത്തിലുമുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. ഒരു ചെറിയ അപവാദമെന്ന് പറയാവുന്നത് C. അച്യുതമേനോനാണ്. അവസാന കാലത്ത് മരുന്ന് വാങ്ങാൻ പോലും അദ്ദേഹത്തിന് പണം ലഭിച്ചിരുന്നില്ല, പൂർണ്ണമായും ലഭിച്ചിരുന്നില്ല. മരുന്നിൻ്റെ വിലവർധനവിൽ വിലപിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ തന്നെ ഡയറി കുറിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ല. വളരെ സുഖകരമായ ജീവിതമാണ് മുഖ്യമന്ത്രിമാരെന്ന നിലയ്ക്കും എല്ലാവരും നയിച്ചിരുന്നതെന്ന് നമുക്കറിയാം. ഏതായാലും അങ്ങനെ ഉള്ള ഒരു മുൻ മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് വാർത്തയാവുക സ്വാഭാവികം. സിറാജ് എന്ന പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ആ വാർത്ത തരുന്നു. അരുണാചൽ മുൻ മുഖ്യമന്ത്രി മരിച്ച നിലയിൽ അരുണാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ഖാലികോ പൂൽ ആണ് മരിച്ചത്. വിമത നീക്കത്തിലൂടെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാവുകയും സുപ്രീം കോടതി ഇടപെട്ട് സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്ത ഖാലികോ പൂലിനെ 47 വയസ്സ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ഇന്നലെ രാവിലെ ഈറ്റാ നഗറിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലാണ് ഖാലികോ പൂലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷാദ രോഗത്തിന് അടിമയായിരുന്നു അദ്ദേഹം എന്നുമൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് BJP പരിഭവം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ.
ഇറോം ശർമിളയെ മുൻനിർത്തി ധാരാളം ലേഖനങ്ങൾ ഇന്ന് പത്രങ്ങൾ തന്നിരിക്കുന്നു. അതിലൊന്ന് രുചികളിലേക്ക് സ്വതന്ത്രയാവുന്ന ഇറോം ശർമിള എന്ന ശീർഷകത്തിൽ ജോഷി ജോസഫ് എഴുതിയ ലേഖനമാണ്. ജോഷി ജോസഫ് കൽക്കത്തയിൽ താമസിക്കുന്ന ചലച്ചിത്രകാരനും എഴുത്തുകാരനുമാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി മണിപ്പൂരിലെ പ്രക്ഷോഭങ്ങളെ സാഗൂതം പിന്തുടരുന്ന ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഏതായാലും അദ്ദേഹം എഴുതുമ്പോൾ ഒരു കാര്യം ഗൗരവതരമായി പറയുന്നു. ഇന്ത്യക്കാരുടെ മുഖഛായയില്ലാത്ത ആളുകളാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നത് എന്ന്. ഒരിക്കൽ മുംബൈയിലെ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യവേ അതിഥിയോട് റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, സർ യുവർ പാസ്പോർട്ട് പ്ലീസ്. അതിഥിയും അയാളുടെ കൊച്ചും മകനുമുണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റ് അഥവാ ഉത്തരപൂർവ്വം എന്ന് നമ്മൾ വിളിക്കുന്ന പ്രദേശത്തെ ഒരു സംസ്ഥാനത്തു നിന്നുള്ളവരായിരുന്നു ഇരുവരും. അവരത് റിസപ്ഷനിസ്റ്റോട് പറഞ്ഞു. വളരെ നിർവികാരമായി റിസപ്ഷനിസ്റ്റ് മറുപടി പറഞ്ഞു, സർ ബട്ട് യു ഡോണ്ട് ലുക്ക് ലൈക്ക് ആൻ ഇന്ത്യൻ. അതിഥി അസാധാരണവണ്ണം ശാന്തത പാലിച്ച് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, മാഡം പ്ലീസ് ടെൽ മീ ഹൗ ഡസ് ആൻ ഇന്ത്യൻ ലുക്ക് ലൈക്ക്. നിങ്ങളെ കണ്ടാൽ ഇന്ത്യക്കാരൻ തോന്നുകയില്ലല്ലോ എന്ന് ഹോട്ടലിൻ്റെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞപ്പോൾ, താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരിക ഒരു ഇന്ത്യക്കാരൻ എങ്ങനെയായിരിക്കണമെന്ന്. അങ്ങനെ ഇന്ത്യക്കാരല്ല പൂർണ്ണമായും എന്ന നിലയ്ക്ക് നാം പോലും ചിന്തിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു സമരമാണ് പിൻവലിക്കപ്പെട്ടത്. അതുവഴി ഇറോം ശർമിളയുടെ നാവ് പഴയ രുചികളിലേക്ക് സഞ്ചരിക്കുന്നു. രുചികളിലേക്ക് സ്വതന്ത്രയാവുന്ന ഇറോം ശർമിള എന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ: ഇറോം ശർമിള എന്ന മണിപ്പൂരി വനിത ലോകചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട 16 വർഷങ്ങൾ നീണ്ട തൻ്റെ രാഷ്ട്രീയ നോമ്പ് അവസാനിപ്പിക്കുകയാണ്. സ്കൂൾ കുട്ടികളോട് ഫ്രൂട്ട്സ് ജ്യൂസുമായി വരണമെന്നും നമുക്കൊരുമിച്ച് അത് നുണഞ്ഞ് തൻ്റെ സമരം അവസാനിപ്പിക്കാമെന്നുമാണ് ശർമിള പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 16 വർഷമായി ഉള്ളറിഞ്ഞ് ഒരു തുള്ളി വെള്ളമോ ഒരു വറ്റ ചോറോ കടന്നുപോയിട്ടില്ലാത്ത ആ നാവിൻ രുചികളുടെ മുജ്ജന്മ സ്മൃതികൾ പുനർജനിക്കുകയാവും. രസനയുടെ ആഹ്ലാദം എന്ന സ്വാഭാവികമായ മനുഷ്യൻ്റെ രുചി സുഖങ്ങളിലേക്ക് ഒരാൾ മടങ്ങിയെത്തുന്ന ഈ വേളയിൽ ഞാനും എൻ്റെ 18 ആണ്ടുകൾ പിന്നിട്ട ഉത്തരപൂർവ്വ സൗഹൃദത്തിൻ്റെ അനുഭവങ്ങളും ഞാനിവിടെ കുറിക്കുകയാണ് എന്ന് ജോഷി ജോസഫ് പറഞ്ഞിരിക്കുന്നു ഈ ലേഖനത്തിൽ. ഇനി ഇന്നത്തെ കാർട്ടൂൺ. 16 വർഷം നീണ്ടുനിന്ന ഒരു നിരാഹാര സമരമാണ് അവസാനിക്കുന്നത്. അതേ മുൻനിർത്തിയൊരു കാർട്ടൂൺ നമുക്ക് ഇന്ന് ഹിന്ദുവിൽ കാണുക. നിരാഹാര സമരത്തിൻ്റെ ഉയർന്ന പീഠമാണ് ആദ്യം നാം കാണുന്നത്. ആ പീഠത്തിൻ്റെ മേൽ ആ സമരത്തിൻ്റെ ദീപശിഖയുമുണ്ട്. ദീപശിഖ താഴെ വീണ് കിടക്കുന്നു. പീഠത്തിൽ നിന്ന് ഏണി വഴി പുറത്തേക്ക് സഞ്ചരിക്കുന്നു ഇറോം ശർമിള. ജനമധ്യത്തിലേക്കാണ് അവർ സഞ്ചരിക്കുന്നത് എന്ന് ഈ കേശവ് കാർട്ടൂൺ ഹിന്ദുവിലൂടെ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഇന്നലെ ലോക ആദിവാസി ദിനമായിരുന്നു. അധികമാരും അറിയാതെ കടന്നുപോയ ആ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു പ്രകടനവും ഉണ്ടായിരുന്നു. ഈ ചിത്രം കാണുക. പുരാതന ആയോധന വിദ്യയും അതടക്കമുള്ള മറ്റ് പുരാതന കാര്യങ്ങളും പ്രദർശിപ്പിച്ച ആ പ്രകടന ദൃശ്യം ഹിന്ദു എന്ന പത്രം ഇന്ന് ഉൾപേജിൽ തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.